بسم الله الرحمن الرحيم. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള സഹോദരന്മാരെ, സൂറത്തുൽ ഫാത്തിഹയിലെ നസ്തഈൻ, സഹായം തേടുക എന്ന് പറയുന്ന ആ വചനമാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ആദ്യം നമ്മൾ അൽഫയിൽ നിന്ന് ഇബ്നു മാലിക് റഹിമഹുല്ലാഹ് മഹാനായ പണ്ഡിതൻ ആ പദം ഉപയോഗിച്ച രീതി പഠിച്ചു. പിന്നെ ഇന്നലെ ഇൻഷാ അല്ലാഹ് സൂറത്തിൽ നിന്ന് മൂസാ നബി അലൈഹി ഇസ്ലാം തന്റെ ജനതയോട് അള്ളാഹുവോട് സഹായം തേടുന്ന പറഞ്ഞ ഏത് സൂറത്തിലാണ്? നേരത്തെ ക്ലാസ്സിലുള്ള ആൾക്കാരില്ലേ? ഏത് സുഹൃത്ത് നമ്മൾ ഓതിയില്ലേ? ഏത് സുഹൃത്തായിരുന്നു? സുഹൃത്ത് ആറാഫിന് എത്രാമത്തെ വചനം? 127. അത് നിങ്ങളുടെ മെമ്മറിയിലേക്ക് പറഞ്ഞു കേട്ടോ. നമ്മള് ഒരു ആയത്ത് പഠിക്കുമ്പോൾ നിങ്ങൾ പഠിപ്പിച്ച പോലെ തന്നെ ഞാനും പഠിച്ചിട്ടുള്ളൂ. ഒരു സെക്കൻഡ് നമ്മളത് മെമ്മറിയിലേക്ക് കൊടുക്കണം. 127 അല്ലേ? 128. നിങ്ങളെ എങ്ങനെ നോക്കി അത്രേ നമ്മൾ നോക്കുന്നത്. പക്ഷെ നമ്മളൊന്ന് അത് നമ്മൾ മൈൻഡ് ആക്കണം എന്ന് വെച്ചാൽ മെമ്മറിയിൽ വരും. അത്രേ ഉള്ളൂ. ഇനി നമ്മള് നസ്തഈൻ എന്ന് പറയുന്ന ആ പദമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ പദം നിങ്ങൾ എഴുതി വെക്കുക. നമ്മളത് നഹു പഠിക്കുമ്പോൾ കത്തബ യക്തുബു ഉക്തുബു എന്ന് പറയുന്നില്ലേ? മാദി മുദാരി അംർ. മോൻ എഴുതി വെച്ചോട്ടെ ഈ പദം. ആന യുഈനു, ഇത് മൂന്നാമത്തെ പദമാണ് കേട്ടോ. സ്ഥലമില്ലാത്തത് കൊണ്ട് എന്താണ് മൂന്ന് പദങ്ങള്? മാദി മുദാരി അംറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇസ്തിആന എന്ന് പറയുന്ന അടിസ്ഥാന പദം സൂറത്തുൽ ഫാത്തിഹയുടെ അതിന്റെ നമ്മുടെ മീനിങ് ഒക്കെ പഠിക്കുമ്പോൾ പിന്നെ ഹദീസുകളൊക്കെ പഠിക്കുമ്പോൾ ഇത് മാദി, ഇത് മുദാരി, ഇത് മൂന്നാമത്തെ പദം കേട്ടോ. ഇതൊന്നല്ല, ഞാൻ ഇവിടെ സ്ഥലമില്ലാത്തത് കൊണ്ട് സഹായിച്ചു, യുഈനു സഹായിക്കുന്നു, that means അംറാണ്. കാല യഖൂലു ഖുൽ എന്ന് പറയുന്നില്ലേ? അതേപോലെ ഇത് സഹായിക്കൂ എന്നാണ് അർത്ഥം. ഇതിനകത്ത് എന്താ? സഹായിക്കൂ. നമ്മള് ജലസ യജ്ലിസു ഇജ്ലിസ് ഇരിക്കാൻ പറ്റില്ല. അതുപോലെ അംർ രൂപമാണ്. ഈ അംർ നമ്മൾ എന്താക്കുന്നത്? എന്നെ ഹെൽപ്പ് ആക്കണം, എന്നെ സഹായിക്കണം എന്ന് പറയുമ്പോൾ എന്ത് വരും? അപ്പോൾ ഈ ഫീൽ അംർ അംറുൽ മഫ്ഊൽ ആയിട്ട് മാറും. മഫ്ഊൽ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ആയിട്ട് മാറും. ഒബ്ജക്റ്റ് ആയിട്ട് മാറും. നൗഷാദ് ലെറ്റർ എഴുതി. നൗഷാദ് ലെറ്റർ എഴുതി എന്ന് പറഞ്ഞില്ലേ? അത് സാധാരണ സെന്റൻസ് ആണ്. ലെറ്റർ നൗഷാദാൽ എഴുതപ്പെട്ടു എന്ന് പറയുമ്പോൾ എന്തായി? അത് ആ ലെറ്റർ തിരിച്ചു വരും. പാസീവ് ആക്റ്റീവ് എന്ന് പറഞ്ഞില്ലേ? ഒബ്ജക്റ്റീവ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞത്. ഇവിടെ അതേപോലെ ഇവിടെ നമ്മൾ സഹായിക്കൂ എന്ന് പറയും. എന്നെ സഹായിക്കൂ എന്ന് പറഞ്ഞാൽ ഈ വേർഡ് എന്തായിട്ട് മാറി? അംറുൽ മഫ്ഊൽ ആയിട്ട് മാറും. അത് നമ്മൾ ഇൻഷാല്ലാഹ് നഹ്വുൽ പഠിക്കാം. ഇത് മഫ്ഊലാണ് ഇവിടെ. നമ്മൾ ഏത് പദം പഠിച്ചുകൊണ്ടിരിക്കുന്നത്? നസ്തഈൻ. അപ്പൊ ഈ നസ്തഈൻ, എന്നെ സഹായിക്കും അല്ലാഹുവേ എന്ന് നമ്മളൊരു ദുആയിൽ പറയുന്നുണ്ട്. എല്ലാ നമസ്കാരത്തിൽ സുബഹി നമസ്കാരത്തിന് ശേഷം ഈ ദുആ നമ്മൾ ചൊല്ലുന്നുണ്ട്. ഇവിടെ ആരോടാണ് നമ്മൾ സഹായിക്കാൻ പറഞ്ഞ? വ്യക്തികളോടാണ് സഹായം. അതാണ് ഈ പദം കേട്ടോ. അന യുഈനു ഇന്നി. ഈ ഫീലുൽ അംറിനെ മഫ്ഊൽ അംറുൽ മഫ്ഊലായി മാറും. അപ്പൊ എങ്ങനെ വരും? ഇന്നി, എന്നെ ഹെൽപ്പാക്കണേ. ആരോടാ പറയാ? അല്ലാഹുമ്മ ഇന്നി, അല്ലാഹുവേ നീ എന്നെ സഹായിക്കണേ.
അലാ ദിക്രിക. കണ്ടാ എത്ര ശ്രേഷ്ഠമായ ദുആയാണ്. നമ്മൾ ഈ ദുആകളെല്ലാം ഇങ്ങനെ പഠിച്ചു. അപ്പൊ ഈ വീടിന്റെ ഇത് എവിടുന്ന് വന്നതാണ്? നസ്തഈൻ എന്ന് പറയുന്ന അതിന്റെ മസ്തറിൽ നിന്നാണ് നമ്മൾ വേർതിരിച്ചെടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. അത് നമ്മള് നഹ്വ് അങ്ങോട്ട് നല്ല ശരിക്കും പഠിപ്പിക്കുന്നത് മനസ്സിലായി. ഈ പദത്തിന്റെ ജസ്റ്റ് രൂപം പറഞ്ഞ എന്താണ് നിങ്ങൾക്ക് അറിയാവുന്ന ദുആഅല്ലേ? അതൊന്ന് പറയും. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. എല്ലാവർക്കും അറിയാവുന്ന ദുആ. ഇതില് അല്ലാഹുവേ നീ എന്നെ സഹായിക്കണേ. കണ്ട, നമ്മൾ അല്ലാഹുവോടാണ് എല്ലാ കാര്യത്തിലും സഹായം തേടുന്നത്. ഫാത്തിഹയിൽ എങ്ങനെ പറയുന്നത്? ഫാത്തിഹയിൽ സിർറുൽ ഫാത്തിഹ അതിലെന്താ പറഞ്ഞത്? ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, ഞങ്ങൾ നിന്നോട് സഹായിക്കുന്നു. അതേതാ? ജമ്മു പ്ലൂറലിലാണ് നസ്തഈൻ. ഇവിടെ എന്നെ ഹെൽപ്പാക്കാനാണ് പറഞ്ഞത്. എന്നെ സഹായിക്കുന്ന എന്തിന്റെ കാര്യത്തിൽ? അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. നിന്നെ സ്മരിക്കുവാനോ അതുപോലെ നിനക്ക് നന്ദി ചെയ്യുവാനോ വഹുസ്നി ഇബാദതിക, നിന്റെ ഇബാദത്തുകള് നല്ല രീതിയിലാക്കുവാൻ അല്ലാഹുവേ നീ എന്നെ സഹായിക്കണേ. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന. അതിന് വഹുസ്നി ഇബാദതിക, ഇതില് പള്ളിയിൽ നിൽക്കുന്ന ഇമാമുമാർക്ക് ഭയങ്കര ഇതുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. വഹുസ്നി ഇബാദതിക. നിങ്ങൾ ചില പള്ളിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാല് അവിടെ ഇമാമും എന്താണ് അവന് ഇമാമും മാമും തമ്മിലൊരു ബന്ധമുണ്ടല്ലോ. ഇപ്പൊ നമ്മള് മനുഷ്യര് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് പല പല പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് ഫർള് നമസ്കാരത്തിൽ നിൽക്കുന്ന ഇമാമ് മാമുകളുടെ പ്രശ്നം അവന്റെ ബന്ധമുണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ ഈ സാധാരണ നമ്മുടെ തൗഹീദ് പള്ളിയിലൊക്കെ നിൽക്കുന്ന ബംഗാളികൾ, മലയാളം അറിയില്ല, ബംഗാളിക്ക് ഉറുദു അറിയാൻ ഇവർക്ക് കണക്ഷൻ ഇല്ല. അപ്പൊ ഇവര് പള്ളിയിലെ സെക്രട്ടറി പ്രസിഡന്റിനും പറയും, 2-2.5 പേജ് ഫസ്റ്റ് വെക്കാതെ. സുബഹി നമസ്കാരം 25 മിനിറ്റ് ആയിരിക്കും ഗ്യാപ്പ് കൊടുക്കുന്നത്. അപ്പൊ 25 മിനിറ്റ് ഇപ്പൊ ഇപ്പോഴത്തെ സമയത്ത് നമസ്കാരത്തിന് അല്ല നമ്മുടെ നമസ്കാരം 56. പള്ളിയുടെ സെക്രട്ടറി പ്രസിഡന്റ് വരുന്നത് 56 വരത്തില്ല. ഇവരെ ഓദിപ്പിക്കാൻ നിർത്തിയിട്ടില്ലേ ഈ ബംഗാളിനെ? അവരങ്ങനെ 2.5 പേജിൽ നിന്ന് ആസ് വെച്ചിട്ട് എപ്പോ വരും? 6:10 വരും. യഥാർത്ഥത്തിൽ നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? ഇമാമ കൈകെട്ടുന്നതോടൊപ്പം കൈകെട്ടണം, അതാണ് നമാസ്. തക്ബീറത്തുൽ ഇഹ്റാമിനാണ് ഇമ്പോർട്ടന്റ്. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കി വെക്കണം. പ്രത്യേകിച്ച് തൗഹീദ് ഇമാം അവിടെ ഇങ്ങനെ ഓതിയിട്ട് പിന്നെ നമ്മൾ അവിടെ ഉദുവെടുത്ത് സംസാരിച്ചിട്ട് ഇവിടെ വന്നാൽ ആ നമസ്കാരത്തിന്റെ കൂലി കറക്റ്റ് ലഭിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫ്ഫ് നിർത്തിയത് എങ്ങനെയായിരുന്നു? നമ്മൾ ഇന്നത്തെ നിസ്കരിക്കുന്നവരല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ഇവിടെ ഇങ്ങനെ പറയും, ഇതങ്ങനെയല്ല. ബാക്കിൽ നിന്നിട്ട് നമ്മുടെ മടമ്പ് കാലില്ലേ, നമ്മളിപ്പോ സാധാരണ ആൾക്കാരിലെ ഫ്രണ്ടിലല്ലേ വെച്ചാൽ മടമ്പ് കാല് ഒരേപോലെ ആക്കിയിട്ട് നേരെ നിർത്തിയിട്ട് അവിടെ കറക്റ്റ് ആക്കിയിട്ട് ഇങ്ങോട്ട് മുമ്പിലേക്ക് വരും. അതാണ് ഹുസ്നി ഇബാദത്തിക. ഇമാമിങ്ങൾക്ക് നല്ല ഉത്തരവാദിത്തം നമ്മൾ പഠിച്ചു വെക്കണം എങ്ങനെ. പിന്നെ ചില ആൾക്കാര് ഇവിടെ ഇങ്ങനെ ഒരാൾ നിൽക്കുകയാണ്, അപ്പുറത്ത് കുറച്ചാൾ അകന്ന് നിൽക്കുകയാണ്, ഇവന്റെ കാൽ അങ്ങോട്ട് കൊണ്ടു. യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇവിടെ ഇപ്പം മോനെ 2 പേര് വരും, സാധും അത് നിങ്ങള് സ്വപ്നിക്കുന്ന ഹുസ്നി ഇബാദത്തിക അങ്ങോട്ട് ഒരു എക്സാമ്പിൾ ഇവിടെ നിൽക്കുക. ഇവിടെ ഈ ഇങ്ങനെയാണ് സ്വപ്നം നിൽക്കുന്നത്. ഇനി കുറച്ചങ്ങോട്ട് മാറി, സാധാ അങ്ങോട്ട് മാറി. ഇത് ശരിക്കും പഠിക്കണം. മോൻ ഇവിടെ നിൽക്കും. ഇപ്പോ ഈ മോൻ ഇവിടെ നിൽക്കുകയാണ്. ഇവിടെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഇവിടെ നിൽക്കുന്ന ആളുണ്ടല്ലോ, ഈ ചെറിയ മോൻ ഇങ്ങനെ കാലിച്ചാൽ ഇങ്ങനെ ആക്കാൻ പാടില്ല, അങ്ങോട്ട് കൊണ്ടുപോകാൻ പാടില്ല. കാരണം ഇമാം ഇവിടെയല്ലേ നിൽക്കുന്നത്. ഇമാം ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇവൻ ഇവിടെ നീ കാല് അങ്ങോട്ട് കൊണ്ടുപോകാനേ പാടില്ല. ഈ നിൽക്കുന്ന ആൾ ഇങ്ങോട്ട് ആക്കാം. അതേപോലെ തന്നെ അപ്പുറത്തുന്ന സൈഡ് ഇങ്ങോട്ടേ ആക്കാവുന്ന കാര്യം. ഇത് അപ്പുറത്തെ ആൾ ഇതേ നിങ്ങൾ സങ്കല്പിച്ചു, അപ്പുറത്ത് നിൽക്കുകയാണ്, ഇവിടെ കാലാകുന്നിട്ടുണ്ട്, അങ്ങോട്ട് കാലകത്ത് കൊണ്ടുപോകാൻ പാടില്ല. ഇമാമേ ഇത് മധ്യഭാഗത്തല്ലേ, ഇങ്ങോട്ട് റൈറ്റ് ലെഫ്റ്റ് അല്ല. ഇവിടെ നിൽക്കുമ്പോ റൈറ്റ്, അവിടെ നിൽക്കുമ്പോ എന്താ ഇങ്ങോട്ട് പോകാം. അപ്പൊ ഹുസ്നി ഇബാദത്തിക്ക് എത്രയോ കാര്യങ്ങളുണ്ട്. അവിടെ പോയിരുന്നു ചെറിയ സൊഫിന്റെ വിഷയത്തില് ഹുസ്നി ഇബാദത്തിക്ക് ധാരാളം വിഷയങ്ങൾ നമ്മൾ പഠിക്കാം.
മനസ്സിലായി? അപ്പൊ നമ്മളിതിങ്ങനെ ഇത് ചൊല്ലുന്നതിലല്ല കാര്യം, നമ്മൾ പള്ളിയിൽ അത് പ്രാവർത്തികമാക്കി. പ്രത്യേകിച്ച് ഈ ഖുർആൻ പാരായണത്തിന്റെ വിഷയം, ഖുർആൻ പാരായണത്തിന് ഖുശൂ, നമ്മൾ ഖുർആൻ കേൾക്കുമ്പോൾ നമുക്കൊരു ഭക്തി വേണം. അത് ഓത്ത് കുറെ വായിപ്പോയി നമ്മുടെ മൈൻഡിൽ പോയാൽ എന്തായാലും ഖുർആൻ നമ്മൾ കേട്ട് ഒരായത്ത് കൂടി ഓതിയായിരുന്നെങ്കിൽ അങ്ങനെ നിർത്തേണ്ടത് ഖുർആൻ, അല്ലെങ്കിൽ ഹറമിലായിരുന്നു. ഹറമിൽ നമുക്ക് എത്ര കേട്ടാലും മതി, അതല്ലല്ലേ ഇവിടെ. അവിടെ നമ്മൾ പോണത് അവിടെ താമസിക്കല്ലേ, അവിടെ നമ്മൾ എത്ര ഖുർആൻ ആർക്കെങ്കിലും മടുപ്പ് വരും. ഇവിടെ നമ്മൾ അങ്ങനെ ആണെങ്കിലോ കാര്യങ്ങളൊന്നും നടക്കത്തില്ലല്ലോ. അപ്പോ ഈ ഹുസ്നി ഇബാദത്തേക്ക് എന്താണ് പള്ളിയിൽ നിൽക്കുന്ന ഇമാമിനും വളരെ പ്രാധാന്യമുണ്ട്. അതിൽ പ്രധാനപ്പെട്ടാണ് തക്ബീറത്തുൽ ഇഹ്റാം. അത് കൈകെട്ടുമ്പോഴേ നമ്മൾ നമസ്കരിച്ചിരിക്കണം, നമ്മൾ കൈകെട്ടിയിരിക്കണം. അപ്പൊ ഇതിൽ ധാരാളം വിഷയങ്ങൾ, ഇതില് സഫിന്റെ വിഷയം പറയാനുണ്ട്. റിയാ, ഇമാമ നിൽക്കുന്ന ഇങ്ങനെ കുറെ ആൾക്കാരുണ്ടല്ലോ കേട്ടോ, അവന് കിട്ടുന്ന ശിക്ഷ ഭയങ്കരം. ഈ റിയാ എന്ന് പറഞ്ഞ ഇമാമ, നിങ്ങൾ വിചാരിച്ചിരിക്കണത് ഈ ഇമാമിന് സുഖമല്ലേ? ചില ആൾക്കാർ ധരിച്ചിരിക്കണം ഇമാമിന് വെറുതെ അവിടെ വീട്ടിലിരിക്കുക. ഏറ്റവും കഷ്ടപ്പെട്ട ഈ ഇഹലോകത്തിൽ ജോലിയിൽപ്പെട്ടാണ് ഈ ഇമാം. എത്ര വിചാരണ അറിയാം. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതിൽ പ്രധാനപ്പെട്ടതാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഇത് പറയുന്നു, അല്ലാഹുവേ എന്താ പറയുന്നത്, എന്നെ സഹായിക്കണമേ നാഥാ അലാ ദിക്രിക, ഇതിന്റെ കാര്യത്തിൽ, നിന്നെ സ്മരിക്കുന്ന കാര്യത്തിൽ. ഇപ്പോ ഒരു മനുഷ്യനൊരു മോശമായ കാര്യം ചെയ്യാൻ പോയാണ്, അള്ളാഹുവിന്റെ സ്മരണ വരുമ്പോൾ തിരിഞ്ഞു വരും. അതുപോലെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായി ആൾക്കാർ ഭിന്നിപ്പിക്കുന്ന ആൾക്കാർ കൂടുതലാണ്. അവര് ചിന്തിക്കുക, അവര് അള്ളാഹുവിന് ഒരു കരാറല്ലേ വിവാഹം എന്ന് പറയുന്നത്, അതിൽ ഞാൻ ഇടപെടാൻ പാടില്ല ചിന്തിച്ചാൽ കണ്ട. അല്ലാതെ ഏത് വിഷയത്തിൽ ഇത് കൊണ്ടുവരണം അള്ളാഹുവിനെ സ്മരിക്കണം. അതുപോലെ തന്നെ അള്ളാഹു ചെയ്തിരിക്കുന്ന നിയമത്തിന്റെ ശുക്ർ ധാരാളം വിശദീകരിക്കും. പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഹുസ്നി ഇബാദത്തേക്ക്. പള്ളിയിലൊക്കെ, നമ്മുടെ തൗഹീദ് പള്ളിയിലൊക്കെ പോയാല് ചില ആൾക്കാര് ഇമാമിങ്ങള് ഈ സുജൂദിലേക്ക് പോയാല് എത്ര ദുആ ചെയ്യും, കുറെ നേരം അവിടെ കിടക്കണതാണ്. കാരണം എന്താ, അയാൾക്ക് ഫിഖ് അറിയില്ല. സലാസ മറ സുജൂദിൽ എത്ര പ്രാവശ്യം ഫർള് നമസ്കാരത്തിൽ പറയേണ്ട? 3 പ്രാവശ്യം പറഞ്ഞാൽ മതി അല്ലേ? അതങ്ങനെ കടന്നു. ഞാനൊരാളോട് ചോദിച്ചു പറഞ്ഞ ഒരു ദുആ 7 പ്രാവശ്യം ചെയ്തു. അപ്പൊ അത്ര ആൾക്കാര് വന്ന നമ്മുടെ ഇത് നമുക്ക് നഷ്ടപ്പെടും. അല്ലെങ്കിൽ നമ്മൾ സ്വഹാബിമാരൊന്നും അല്ലല്ല, നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരല്ലേ. അപ്പൊ ഇതിൽ ഇമാമിന് വളരെ ഉത്തരവാദിത്വ വിഷയമുണ്ട്. ഈ നിസ്കാരത്തിന്റെ വിഷയത്തില് ഈ ഓതുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ തൗഹീദിന്റെ പള്ളികളിലൊക്കെ ഇങ്ങനെ നിന്ന് ഓതുന്നത്, നമുക്ക് തന്നെ ഇത് ദുആ ചെയ്യുമെങ്കിലും അവര് മൂലം നമുക്ക് ഇത് നഷ്ടപ്പെടും. നമുക്ക് ഖുശൂആണ്, കുറച്ചാണെങ്കിലും പ്യൂരിറ്റി, അല്ല ശുദ്ധമായ രീതിയിൽ നമ്മൾ ഈ ബാധിക്കുന്നത് അല്ലെ, അങ്ങനല്ലേ? കുറച്ച് മതി. പക്ഷെ അത് നമ്മുടെ മനസ്സ് പതറിപ്പോകാതെ എന്ത് ചെയ്യണം, നമ്മൾ നിസ്കരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലാഹുമ്മ യാ മുബല്ലിബൽ ഖുലൂബ് സബ്ബിത് അലാ ദീനിക്. എന്റെ ഹൃദയങ്ങളെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാഹു, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അല്ലാഹുവേ, ഈ ദീനിൽ എന്റെ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്തണം എന്ന് പറയണമെങ്കിൽ എന്താ, നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്. പക്ഷേ ഹുസ്നി ഇബാദത്തിന്റെ വിഷയത്തിൽ പള്ളി കമ്മിറ്റിക്കാരെ ശ്രദ്ധിക്കണം, അതുപോലെ ഇമാം നിൽക്കുന്നവരെ ശ്രദ്ധിക്കണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് വിഷയം നമ്മൾ പഠിക്കുന്നത്, ഈ വിഷയം നസ്തഈനിന്റെ വിഷയമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെന്താണ് വിഷയം? അൽഫിയ, അൽഫിയുടെ സ്റ്റാർട്ടിങ്. അൽഫിയയില് നസ്തഈന് ഈ വിഷയം ഇവിടെ വന്ന് നമ്മൾ ഖുർആനില് മൂസാ നബിയുടെ വിഷയം 7ാമത്തെ സൂറത്ത് ആറാഫിൽ പറഞ്ഞ്, പിന്നെ നമ്മൾ ഒരു ദുആ എടുത്തു, അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആ എടുത്തു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇത് ശരിക്കും ഖുർആനിന്റെ ഭംഗി അറിയണമെങ്കിൽ ഇത് ഈ ബഹറുകളുണ്ട്, 16 ബഹറുകളുണ്ട്, അതിന്റെ ടൂണുകളുണ്ട് അറബിയിൽ. അതിൽ റജസ് എന്ന് പറയുന്ന ഇതിലാണ് ഇത് കിടക്കുന്നത്. ഏതിലാണ് കിടക്കുന്നത്? അൽഫിയയുടെ താളം എങ്ങനെ? ഏതാണ്? ഏത് ടൂണില? റജസ്, റജസ് എന്ന് പറയുന്ന 16 ടൂണിലാണ് ഇത് കിടക്കുന്നത്. അപ്പൊ ഇവിടെ ഇത് ഖുർആൻ അനുസരിച്ച്
പാടിയെങ്കിൽ അല മുഹമ്മദ് ഇവിടെ വ്യക്തമാക്കണം, കാരണം ഇവിടെ ഇൽഹാർ നിയമം പോലെ വരും. അപ്പൊ ഖുറാനിന്റെ ഭംഗി പഠിക്കണമെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള കവിതകൾ അതേ രീതിയിൽ അതിന്റെ താളത്തിൽ ചൊല്ലും. ഖുറാനിൽ ഇത് പറ്റുമോ? ഖുറാനിൽ തജ്വീദ് നിയമങ്ങൾ അല്ലെ? അപ്പൊ ഇതെല്ലാം നിങ്ങൾ ഇതിന്റെ ഒരു ടൂണൊന്നും നിങ്ങൾ പാടി ക്ലിയർ ആക്കണം. കാരണം നമ്മൾ എന്തിനാ ഫെയില് മഫൂല് അതൊക്കെ പഠിക്കുമ്പോഴുണ്ടല്ല ഇങ്ങനെയുള്ള ഭാഗങ്ങൾ വരും പെട്ടെന്ന്. നിങ്ങളൊന്ന് ഓതി നോക്കിയിട്ടുള്ളൂ. ഏതാ താളം? ഏതാണ്? റജസ്. റജസ്. ആ റജസ് തൊവീൽ പല പല ഇതുണ്ട്, കാമിലുണ്ട്, റംലുണ്ട്. അതുപോലെ ഇവിടെ ഏതാണ്? റജസ്. എങ്ങനെ പറഞ്ഞു? കാല മുഹമ്മദ് വബ്നു മാലികി അഹ്മദു റബ്ബില്ലാഹ ഖൈറ മാലികി. ഇങ്ങനെ അങ്ങോട്ട് പോകും. നിങ്ങൾ ഒരു ക്ലിയർ ആക്കണം. ഇതുകൊണ്ട് ഇങ്ങനെ പഠിച്ചു കഴിയുമ്പോഴാണ് ഇത് നമുക്ക് അൽഫിയ, പള്ളിയിൽ അൽഫിയ എടുക്കുന്നത്. മനസ്സിലായി? ധാരാളം വിഷയങ്ങൾ നമുക്ക് പഠിക്കാം. അല്ലാഹു ഇങ്ങനെ ഈ ദീനെ പഠിക്കുകയും ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാട്ടെ. നമ്മളിൽ നിന്ന് രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും രോഗങ്ങൾ ഷാഫിയ റബ്ബ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുമാറാട്ടെ. അനിൽ